+2 അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ധാരാളം കാൻഡിഡേറ്റ്സ് ടെക്നോപാർക്കിൽ അല്ലെങ്കിൽ ഇൻഫോപാർക്കിൽ ഒരു ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻസിന് ടെക്നോപാർക്കിലോ അല്ലെങ്കിൽ ഇൻഫോപാർക്കിലോ ഒക്കെയുള്ള ജോലി സാധ്യതകൾ എന്തെല്ലാമാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ടെക്നോപാർക്കിലെയും ഇൻഫോപാർക്കിലെയും കമ്പനികൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണോ? അല്ല. അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഫൈലുകൾ വർക്ക് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഏതൊരു കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊപ്പം തന്നെ മറ്റ് ഒരുപാട് വേക്കൻസികൾ നമുക്ക് കാണാൻ സാധിക്കും. HR അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫിനാൻസ്, കസ്റ്റമർ കെയർ, ടെക്നിക്കൽ സപ്പോർട്ട്, നെറ്റ്വർക്കിംഗ്, ഓഫീസ് ജോബ്സ്, ട്രെയിനിങ്, ഇങ്ങനെ പല മേഖലകളിലുള്ള വേക്കൻസികളും എല്ലാ കമ്പനികളിലും അവൈലബിൾ ആണ്. ഇത്തരം വേക്കൻസികൾ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ടെക്നോപാർക്കിലോ അല്ലെങ്കിൽ ഇൻഫോപാർക്കിലോ ഉള്ള ജോലികളിൽ കയറാൻ സാധിക്കും. അതിനൊരു IT ബാക്ക്ഗ്രൗണ്ട് വേണമെന്നൊന്നുമില്ല. technopark.org അല്ലെങ്കിൽ infopark.in പോലെയുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള വേക്കൻസികളെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസുമായിട്ട് മാച്ച് ചെയ്യുന്ന വേക്കൻസി ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. വോക്കിൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഡയറക്റ്റ് പോയി അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റെസ്യൂമേ അയക്കാൻ പറഞ്ഞാൽ റെസ്യൂമേ അയച്ചു കൊടുക്കുക. പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടെക്നോപാർക്കിലോ അല്ലെങ്കിൽ ഇൻഫോപാർക്കിലോ ഉള്ള നല്ല ടോപ്പ് IT കമ്പനികളിൽ നോൺ IT ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിന് ജോലി കിട്ടുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെക്നോപാർക്കിലെയും ഇൻഫോപാർക്കിലെയൊക്കെ ഹയറിംഗ് പ്രോസസ്സ് കുറച്ച് ഡിഫറൻ്റ് ആണ്. കുറച്ചുകൂടെ ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആൻഡ് പ്രോസസ് ബേസ്ഡ് ആയിരിക്കും സെലക്ഷൻ പ്രോസസ്സൊക്കെ വരുന്നത്. ഈവൻ അവരുടെ ഒരു ജോബ് ആപ്ലിക്കേഷന് ഒരു റെസ്യൂമേ അയക്കുകയാണെങ്കിൽ പോലും ആ ജോബ് വേക്കൻസി കൊടുത്തതിനകത്തൊരു ജോബ് റെഫറൻസ് കോഡെല്ലാം കാണും. ആ കോഡ് സബ്ജക്ട് ലൈനകത്ത് വെച്ചിട്ട് വേണം മെയിൽ അയക്കാൻ വേണ്ടി. അതുപോലെ നല്ലൊരു കവർ ലെറ്റർ വേണം അപ്ഡേറ്റ് ആയിട്ട് റെസ്യൂമേ അയച്ചു കൊടുക്കാൻ. അതുപോലെ ഒരു വോക്കിൻ ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ആണെങ്കിൽ പോലും അതിന് വരാൻ ചാൻസുള്ള ചോദ്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി അതിന് കൃത്യമായ ഉത്തരങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പോകാൻ നോക്കുക. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ പറഞ്ഞ ഏതൊരു കമ്പനികളിലെ വേക്കൻസിയിലും നമുക്ക് ഈസി ആയിട്ട് ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് ഒരു IT ജോബിലേക്ക് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോബിലേക്ക് തന്നെ കയറണമെന്നുണ്ടെങ്കിലും അതും പോസിബിൾ ആണ്. അവിടെ ക്വാളിഫിക്കേഷനേക്കാളും കൂടുതൽ പല കമ്പനികളും നോക്കുന്നത് നിങ്ങളുടെ സ്കിൽസാണ്. നിങ്ങളിപ്പോൾ മെക്കാനിക്കലോ സിവിലൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോബിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ +2 ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി ഒരു നോൺ IT കോഴ്സാണ് ചെയ്തതെങ്കിലും ആ ഒരു ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് കോഡിംഗ് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടെക്നോളജി പഠിച്ചെടുക്കാൻ നോക്കുക. .NET, ജാവയോ, പൈത്തണോ ഇതുപോലുള്ള ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ടെക്നോളജി അറിയാവുന്നവരെ ഹയർ ചെയ്യുന്ന ധാരാളം കമ്പനികളുണ്ട്. ഫ്രഷേഴ്സിനെ തന്നെ ട്രെയിനിങ് ആയിട്ടും ഇന്റേൺ ആയിട്ടൊക്കെ എടുക്കുന്ന കമ്പനികളും ധാരാളമുണ്ട്. പക്ഷേ നിങ്ങളായിട്ട് സ്കിൽ വൈസ് നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷനുകൾ കൂടുതലായിട്ട് ആ ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം കമ്പനികളിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് തന്നെ, അതായത് നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. അപ്പോൾ ടെക്നോപാർക്കിലെ ഇൻഫോപാർക്കിലെ വർക്ക് ചെയ്യുന്ന എല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊപ്പം തന്നെ അതേ ഈക്വൽ നമ്പർ മറ്റു പ്രൊഫൈലുകളിൽ അല്ലെങ്കിൽ നോൺ IT ജോബ്സും ഇവിടെ അവൈലബിൾ ആണ്. കൃത്യമായ വേക്കൻസികൾ കണ്ടുപിടിക്കുക, അത് കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആകെ ചെയ്യേണ്ട കാര്യം. ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നോൺ IT ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസും ടെക്നോപാർക്കിൽ അല്ലെങ്കിൽ ഇൻഫോപാർക്കിലെ ജോലി സാധ്യമാണ്. കരിയർ അല്ലെങ്കിൽ IT ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.